على آله وصحبه أجمعين وما توفيقي إلا بالله ليت وكذلك ولا حول ولا قوة إلا بالله. സഹോദരന്മാരെ, പല മക്കബറുകളിലേക്കുമായിട്ട് സാധാരണ ഇടയ്ക്കിടയ്ക്കൊന്ന് സിയാറത്തിന് പോകാറുണ്ട്. ഇതൊക്കെ ഒറ്റ ബസ്സിലായതുകൊണ്ട് ചില ഉപദേശങ്ങളൊക്കെ കൊടുക്കാൻ വളരെ സൗകര്യമാണ്. നമ്മൾ 2 ബസ്സിലായി, അതുപോലെ സൗകര്യം ഉണ്ടായിട്ടില്ല. പിന്നെ അതുകൊണ്ട് നമ്മളെ കുടുംബക്കാർ മിക്കവാറും എല്ലാവരും ഉണ്ട്. പിന്നെ ഞാൻ വലിയൊരു മുജാറ് മതിയിൽ നിന്ന് അദ്ദേഹം മുജാറ് നോക്കാൻ എന്നെ കൊണ്ട് അദ്ദേഹം പറയരുത്. അതുകൊണ്ട് തന്നെ എനിക്ക് ചില കടമയെ ബാധ്യതയുണ്ട്. അത് ഒന്ന് നിറവേറ്റാൻ വേണ്ടി ചില ഉപദേശങ്ങൾ നിങ്ങൾക്ക് നൽകുക. പഠിച്ചവനോട് ചോദിച്ചു, നീ ഇതൊക്കെ പറഞ്ഞോ അവരുടെ കുടുംബത്തിന് എന്ന് ചോദിക്കുന്ന അവസ്ഥ മറുപടി പറയണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ്. കേൾക്കുന്ന വിഷയങ്ങളൊക്കെ നല്ലവണ്ണം മനസ്സിരുത്തി വെക്കുകയും ജീവിതത്തിൽ ഞാൻ കഴിവിൻ്റെ പരമാവധി അത് പകർത്തുകയും ചെയ്യും എന്നൊക്കെ ഒരു പ്രതിജ്ഞ തന്നെ എടുക്കണം. നമ്മളെ ഈ ഒരു സിയാറത്ത് യാത്ര നമ്മുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായി തീരുകയും അങ്ങനെ നമുക്ക് ആഹാരം രക്ഷപ്പെടുകയും ചെയ്യണം എന്നുള്ളതായ ഒരു ലക്ഷ്യമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ പറയുന്ന കാര്യം ശ്രദ്ധിക്കുകയും കുട്ടികളൊന്നും സംസാരിക്കുകയും കഴിയും ചെയ്യാതെ അത് തള്ളാറ് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. കൂടുതൽ നീട്ടിയൊന്നും പറയുന്നില്ല, നമുക്കിനതിനുള്ള സമയമില്ല. കുറഞ്ഞ സമയം കൊണ്ടാണ് പറയുന്ന വിഷയം നല്ലോണം നിങ്ങൾ വിലയിരുത്തുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യണം. നമ്മൾ മനുഷ്യരാണ്, നമ്മൾ അള്ളാഹ് സൃഷ്ടിച്ചവരാണ്. എന്തിനാ അള്ളാഹ് സൃഷ്ടിച്ചത്? നമുക്ക് അള്ളാഹ്ക്ക് ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, അള്ളാഹുക്ക് ഇബാദത്ത് എടുക്കാൻ വേണ്ടി. മാ ഫലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും ഞാൻ സൃഷ്ടിച്ചുള്ളത് എനിക്ക് ഇബാദത്ത് എടുക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ നമ്മളെ സൃഷ്ടിച്ചതിൻ്റെ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം ഇപ്പോൾ നമ്മൾ ഓർത്തുകൊണ്ടിരിക്കണം. ഇതിനാ പന്ന നമ്മളെ സൃഷ്ടിച്ചത് അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കാൻ വേണ്ടിയാണ്. മറ്റുള്ള ലോകത്ത് ഒരുപാട് വസ്തുക്കളുണ്ട്. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രം, വായു, വെള്ളം, മണ്ണ്, പിന്നെ ചെടികൾ, മരങ്ങൾ, പിന്നെ കടല്, പുഴ, നദി, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് വസ്തുക്കളുണ്ട്. ഇതൊക്കെ എന്തിനാ അള്ളാഹു സൃഷ്ടിച്ചത്? അപ്പോൾ ഖലഖലക്കും മാ ഫിൽ അർളി ജമീഅ, ഭൂമിയിലൊക്കെ നമുക്ക് വേണ്ടിയാണ്. ഇത് രണ്ടും കൂടി ചേർത്തി വായിച്ചാൽ ഭൂമിയിലുള്ള എല്ലാ സൗകര്യവും നമുക്ക് അള്ളാഹു തരാ തന്നെ. നമ്മളെ സൃഷ്ടിച്ചല്ല, റിസ്ക് തരുന്ന അള്ളാഹ് ഭക്ഷണം തന്ന്, വീട് തന്ന്, വാഹന സൗകര്യം, ഭാര്യ, മക്കൾ, സമ്പത്ത്, കച്ചവടം, ബിസിനസ്, ഇതൊക്കെ അള്ളാഹ് നമുക്ക് തന്ന്. അങ്ങനെ തന്നതിന് ശേഷം ഇതൊക്കെ നിങ്ങൾക്ക് ഒരു കൂട്ടർക്കല്ല വേറൊരു കൂട്ടർക്ക്, ഒരു വിധത്തിൽ അല്ലെങ്കിൽ വേറെ വിധത്തിൽ ലോകത്തുള്ള എല്ലാം നിങ്ങൾക്ക് ഉപകാരം. വായു നിങ്ങൾക്ക് ഉപയോഗിക്കുക, സൂര്യൻ കൊണ്ട് ഉപകാരമാണുള്ളത്, വെള്ളം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും, ഇങ്ങനെ എല്ലാം ഉണ്ട്. അതിന് ചെയ്യേണ്ടത് എന്താണ്? നമ്മളതാക്കി ഇബാദത്ത് എടുക്കുക എന്നുള്ളതാണ്. എന്നാൽ ഈ വസ്തുക്കൾക്ക് വേറെ ലക്ഷ്യം കൂടിയുണ്ട്. ഈ ലോകത്തുള്ള മനുഷ്യരല്ലാത്ത എല്ലാ വസ്തുക്കളും മനുഷ്യർക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ്. അവർക്കൊണ്ടുള്ള ഉപകാരം നമുക്ക് കിട്ടും. അതോടുകൂടി തന്നെ ഇവകൾക്കൊക്കെ ഒരു ഇബാദത്തുണ്ട്. വസ്തുക്കൾക്കൊക്കെ യുസബ്ബിഹുലില്ലാഹി മാ ഫിസ്സമാവാതി മാ ഫിൽ അർദ്. ഭൂമിയിലും ആകാശത്തും ഒരു സാധനം ഉണ്ടാകും മുഴുവൻ അല്ലാഹ്ക്ക് തസ്ബീഹ് ചെയ്യുക. മാമിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു, അങ്ങനെ വേറെ ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ആയത്തുകളുണ്ട്. അള്ളാഹ്ക്ക് തസ്ബീഹ് ചെയ്യുന്നുണ്ട്. അവരെ പക്കൽ നിന്ന് അള്ളാഹ് ഉദ്ദേശിക്കുന്നത് തസ്ബീഹാണ്. ആ തസ്ബീഹ് നമ്മൾ കേട്ടണമെന്നില്ല. ഒരു മരമാണെങ്കിൽ അതിൻ്റെ ഏക അനീറ്റായിരിക്കും, അതുപോലെ തന്നെ തവളാണെങ്കിൽ അതിൻ്റെ ഏക ശബ്ദം കൊണ്ടായിരിക്കും. ഏതെങ്കിലും രൂപത്തിൽ അവരൊക്കെ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അവർക്ക് 2 കടമകൾ. ഒന്ന് സ്വന്തം തസ്ബീഹ് ചെയ്യുക, മറ്റേ നമ്മൾക്ക് ഉപകാരത്തിന് വേണ്ടി നിന്ന് തരിക. ഈ 2 എണ്ണം. നമുക്കുള്ള ലക്ഷ്യം അള്ളാഹു തആലക്ക് ഇബാദത്ത് എടുക്കുക എന്നുള്ളത് മാത്രമാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ വസ്തുക്കളൊക്കെ അവരുടെ ദൗത്യം യഥാർത്ഥം നിർവഹിച്ചു പോകുന്നുണ്ട്. ഒരു തെങ്ങാണെങ്കിൽ
ആ തെങ്ങ് തേങ്ങ ഉണ്ടാകാൻ നമുക്ക് ഉപയോഗിക്കാം, വെള്ളമീൻ ഉപയോഗിക്കാം, ചട്ടയും ചേരിയൊക്കെ കത്തിക്കുക, മരം വീർന്നുങ്ങാനിട്ട് വീടുണ്ടാക്കുക, വേര് വരെ കത്തിക്കുക. അതൊക്കെ അള്ള നമുക്ക് തെങ്ങോടുള്ള ഇതാണ്. അതോടുകൂടി തെങ്ങുണ്ടാക്കുന്നുണ്ട്, അള്ള തസ്ബീഹ് ചെയ്യുന്നുണ്ട്. ഒരു പയ്യൻ നമ്മൾ പോയിട്ടാണെങ്കിൽ പാല് കുടിക്കുക, മക്കളെ നമുക്ക് വിൽക്കുക, അതിനർത്ഥം ഇറച്ചി വിൽക്കുക, അതിന്റെ തോല് പലതിനും ഉപയോഗിക്കുക. അതോടുകൂടി ആ തസ്ബീഹ് ചെയ്യുന്നത്. അപ്പോൾ ഈ മറ്റുള്ള വസ്തുക്കളെല്ലാം അവരുടെ ഉദ്ദേശം രണ്ടും ചെയ്യുന്നുണ്ട്. നമ്മൾ കൊണ്ട് ഉദ്ദേശിച്ചത് അള്ളാഹുവിന് ഇബാദത്ത് എടുക്കുക എന്നുള്ളത് മാത്രമാണ്. ഈ ഇബാദത്ത് നമ്മളൊക്കെ ഉണ്ടാകുന്നുണ്ടോ ഇല്ലേ? ഇല്ലെങ്കിൽ നമ്മൾ എത്രമാത്രം പോരായ്മകളും കുട്ടികളുമാണ്. അള്ളാഹിന്റെ മുമ്പിൽ നമ്മൾ വളരെ മോശമായവരാണ്. കൂടുതൽ നോക്കി പറയുന്നില്ല. എന്നാൽ ഇവിടെ ഏറ്റവും ഇബാദത്തിന് വേണ്ടിയാണ് നമ്മൾ ശ്രമിച്ചത്. നമ്മൾക്ക് ആരോഗ്യവും സൗകര്യങ്ങളൊക്കെ തന്നിട്ട് എന്തോ നമ്മൾ ഇബാദത്ത് എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നാട്ടിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം, ഇതൊക്കെയാണ് നമ്മളിപ്പോൾ ആലോചിച്ച് നോക്കേണ്ടത്. നമ്മൾ ചെയ്യുന്ന ഇബാദത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരമാണ്. ആ നമസ്കാരത്തെക്കാൾ ശ്രേഷ്ഠമായ ഒരു ഇബാദത്ത് വേറല്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എല്ലാ സമയത്തും നിർബന്ധമുള്ള നമസ്കാരം. നോമ്പ് എല്ലാവർക്കും നിർബന്ധമല്ല, യാത്രക്കാർ നിർബന്ധമല്ല, സോക്കറുള്ള നിർബന്ധമില്ല, ഹജ്ജ് കഴിവില്ലാത്ത നിർബന്ധമില്ല, സക്കാത്ത് അതിന്റെ നിസാബ് ഒരു വർഷം കൈ പിടിച്ചാൽ മാത്രം കൊടുത്താൽ. എന്നാൽ നമസ്കാരം എന്നുള്ള പറഞ്ഞത് അത് എല്ലാ സമയത്തും എല്ലാവർക്കും നിർബന്ധമാണ്. നിസ്കരിക്കാൻ പറഞ്ഞ ഇരിക്കാനാവില്ലേ, എന്നാ ഇരുന്നോ, ഇരിക്കാനാവില്ലേ എന്നാ കിടന്നോ, പിന്നെ എങ്ങനെ കിടക്കണോ, ചെരിഞ്ഞെടുക്കണം, ചെരിഞ്ഞെടുക്കാനും എന്നാ മരുന്ന് കിടന്നോ, മരുന്ന് കിടക്കാനും ആവില്ലേ, മരുന്ന് കിടന്നിട്ട് കിരിക്കാൻ തല ഇളക്കാനാവുമോ, ആ തല കൊണ്ട് റുക്കുവും സുജൂദൊക്കെ ഉണ്ടാക്കണം. തല ഇളക്കാനും ആവാത്ത സോക്കേടാണ് ഒരാൾക്കുള്ളതെങ്കിൽ കണ്ണിന്റെ പോള നല്ലോണം തുറന്നു വെച്ചാൽ നിർത്തോ, പേടി ചുമ്മിച്ചാല് റുക്കു, നല്ലോണം ചുമ്മിയാൽ സുജൂദ്, ഇങ്ങനെ ആയിട്ട്. ഇതിനും കഴിയാത്ത അത്രയും ഗുരുതരമായ അത്യാസന്നമായ രോഗിയാണെങ്കിൽ അവൻ ഹൃദയത്തിൽ നമസ്കാരത്തിന്റെ രൂപം നടത്തണം. അപ്പം മാതാമൽ അക്കലു സ്ഥാപിച്ച എന്നാ പറഞ്ഞത്. ഇവന് ഈ നമസ്കാരം നിർബന്ധമുള്ളപ്പോൾ ബുദ്ധിയുള്ള കാലത്തോളം ഇതെല്ലാം ഫിഖിന്റെ കിതാബിൽ പറയുന്ന വിഷയമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും പനി വന്നാലോ, ഒരേ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിലോ, പണിക്കാരുണ്ടായാലോ, ഒരു കല്യാണത്തിന് പോവുകയാണെങ്കിലോ നിസ്കാരം ഇല്ലാണ്ടായി പോവുക. ഇത് വളരെ ഗൗരവത്തോടുകൂടി നമുക്ക് നിസ്കരിക്കുന്നവരാണ്. പക്ഷെ നമുക്കുള്ള വീഴ്ച പലപ്പോഴും നിസ്കാരം കളായി പോവുക. കളാക്കിയാണ്ടതിന്റെ ഗുരുതരമായ പ്രശ്നം എന്താണ് നമ്മളാരും മനസ്സിലാക്കുന്നില്ല. നിസ്കരിക്കാത്തതോ നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് നിസ്കരിക്കുന്നവരാ. സ്വർഗത്തിൽ കുറെ ആൾക്കാർ കടന്നതിന് ശേഷം ഓരോ കൂടെ പണിക്ക് പോയവരും കൂടെ പഠിച്ചവരും രോഗിക്കാരും കുടുംബക്കാരുമായ കുറച്ച് ആൾക്കാരെ സ്വർഗത്തിൽ കാണില്ല. അപ്പോൾ ഒരാൾ ചർച്ച ചെയ്യാം, നമ്മളെ കൂട്ടത്തിലുള്ള കുറച്ച് പരിചയമുള്ള കുറച്ച് ആൾ കാണില്ലാലോ, നരകത്തിൽ ഒന്ന് പോയി നോക്കുക, ആ ജനങ്ങൾ ഉണ്ടായിക്കല്ലോ. അങ്ങനെ പേര് നരകത്തിൽ പോയി നോക്കുന്ന നരകത്തിൽ കണ്ടു. അപ്പോൾ ഓരോട് ചോദിച്ചു, എന്താ മക്കളോ നിങ്ങൾ നമ്മളൊപ്പരെ ചെയ്യുന്ന നടന്നീനെ, പഠിക്കാനും പണിക്കൊക്കെ പോയതല്ലേ നമ്മൾ, എന്താ ഇനി നരകത്തിൽ കടന്നു പോയത് എന്ന് ചോദിച്ചപ്പോൾ ആ ചോദ്യങ്ങൾ അമാസരക്കും ഫീസൊക്കെ, എന്താ മക്കളോ നിങ്ങൾ നരകത്തിലേക്ക് പോയത്. അപ്പൊ അവർക്ക് പല മറുപടി പറഞ്ഞു, പല കള്ളു കുടിച്ചിന് പലിശ വാങ്ങി മറ്റു ഒന്നും അല്ല പറഞ്ഞത്. ആദ്യത്തെ മറുപടി എന്താ, ജന്നക്കും മുസല്ലീൻ, നിസ്കരിക്കുന്നവരോട് ഞങ്ങൾ പൊട്ടിയിരുന്നു, നിസ്കരിച്ചിട്ടില്ലായിരുന്നു. അപ്പൊ നിസ്കാരം ഒഴിച്ചു കഴിഞ്ഞാൽ അവന്റെ കാര്യം വളരെ പോക്കാണ്. പിന്നെ അതുകൊണ്ട് അതെല്ലാം കൂടുതൽ പറയുന്നത് നമ്മളൊക്കെ നിസ്കരിക്കുന്നവരാണ്. അതേ സംസ്കാരം പലപ്പോഴും കളായി പോകും. കളാവ് ആക്കുക എന്ന് പറഞ്ഞാൽ അത് ഹറാമാണ്. ഹറാം സാധാരണ ഹറാം പറഞ്ഞ പോലെ വന്തോഷം ഒന്ന് ഒരാൾ ചെയ്താൽ അവന്റെ പേര് ഫാസിക്കുന്ന, തമ്മാടി എന്നൊക്കെ പറയും. അവൻ തോപ ചെയ്യുന്നത് വരെ. ചെറുദോഷമാണെങ്കിൽ എപ്പോഴും ആ ചെറുദോഷം തന്നെ പെണ്ണുങ്ങളെ നോക്കുക, അവരുടെ തൊഴിലൊക്കെ ചെറുദോഷങ്ങളാണ്. അതിന് യാതൊരു മടിയും ഇല്ല, എപ്പോഴും ആ സ്വഭാവമാണെങ്കിൽ അവൻ ഫാസിക്കായി പോകും. ഫാസിക്കായാൽ ഉമ്മന്റെയും ബാപ്പന്റെയും മയ്യത്ത് കഴിക്കാൻ ഇമാമക്കാൻ അവകാശമില്ല, സ്വന്തം മക്കളെ കെട്ടിക്കാൻ അവകാശമില്ല. അതേ അവസരത്തിൽ ഫാസിക്കിനും അധികാരമുണ്ട്, ഒരു ചെറിയൊരു കൗലുണ്ട്, ആ കൗല് പിടിച്ചിട്ട് അപ്പോഴൊക്കെ ചെയ്യുന്നു. അപ്പോൾ ചുരുക്കത്തിൽ ഒരു സുബൈ അങ്ങനെ കഥാക്കിയാൽ നമ്മൾ ഒരു ഫാസിക്ക് എന്നാണ്. അങ്ങനത്തെ ഫാസിക്കായി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മളത് കഥാ കൂട്ടണം, തോപ ചെയ്യണം.
സാധാരണ ചെറുദോഷങ്ങളൊക്കെ ചെയ്താൽ വേറെ എന്തെങ്കിലും നന്മ ചെയ്യുന്ന അവസരത്തിൽ അതൊക്കെ പുറത്തിട്ടു. അതേ അവസരത്തിൽ സന്തോഷം ചെയ്തു പോയാൽ പിന്നെ അത് പുറത്ത് കിട്ടുന്ന തൗബ ചെയ്യണം. എന്താ തൗബ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്തു പോയ ദോഷത്തിൽ നിന്ന് കയറിക്കുക, ചെയ്തുകൊണ്ടിരിക്കുന്ന ദോഷത്തിൽ നിന്ന് ഒഴിവാകുക, ഇനിയും ആ ദോഷത്തിൽ മടങ്ങൂല എന്ന് ഉറപ്പിക്കുക. ഞാൻ പറയുന്ന കാര്യം നല്ലോണം മനസ്സിൽ കയറ്റണം. നിങ്ങൾ ഒരു നമസ്കാരം കള്ളായി പോയാൽ ഓൻ രക്ഷപ്പെടണമെങ്കിൽ ഓൻ്റെ പറഞ്ഞ വിഷയം ചെയ്യണം, ഉടനെ കള്ളാ കിട്ടണം. പിന്നെ അവിടെ കിതാബിൻ്റെ പറയും യജിബു അലൈഹി സർഫു ജമീ സമനി, അവൻ്റെ സമയം മുഴുവനും ആ നമസ്കാരം കള്ളാ കിട്ടണേക്ക് തിരിക്കാൻ നിർബന്ധം. ഒരു വിഷയം നിർബന്ധം എന്ന് പറഞ്ഞാൽ അതിനെതിരെ ചെയ്യൽ ഹറാമാണ്. അപ്പൊ ഏതെങ്കിലും നമസ്കാരം ഒരാളോട് കളായി പോയി കഴിഞ്ഞാൽ അത് കളാ വീട്ടുന്നതിന് മുന്നേ കാരണമില്ലാതെ, കാരണം രണ്ടെണ്ണൽ കിട്ടോ പറ്റ മറന്നു നമസ്കാരത്തിൻ്റെ കാര്യം, അല്ലെങ്കിൽ ഉണരുമെന്ന് വിചാരിച്ചു കാണിട്ട് കിടന്ന് അതിനറിയാതെ ഉറങ്ങിപ്പോയി, ഉറക്കും മറച്ചു. ഈ രണ്ടെണ്ണം മാത്രമേ കഥാവിന് സഭയുടെ ഒരൊറ്റ കാരണം ഇല്ല, നമുക്കുള്ള കാര്യങ്ങൾ കാരണമല്ല. അപ്പൊ ആ നിലക്ക് ഒരാളെ നിസ്കാരം കഥായി പോയാൽ അപ്പൊ നമ്മൾ മനസ്സിലാക്കിയോളം ഇവിടെ നാട്ടു ഇത് സന്തോഷമാണ് ഞാൻ ചെയ്തത്, എന്നെ സംബന്ധിച്ചോളം ഫാസിക്കുന്ന പേര് ഇത് കമ്മാടിയായി. ഇങ്ങനത്തെ ആള് തൗബ ചെയ്തിട്ടില്ലെങ്കിൽ ആ നിലയ്ക്ക് ഞാൻ മരിച്ചു പോയാൽ നരകത്തിലായിരിക്കും കിടക്കേണ്ടി വരിക. അതൊക്കെ കാക്കുമാറാവട്ടെ. അപ്പോ അത് ഉടനെ കഥാ കൂട്ടണം. അതിന് അവന്റെ സമയം മുഴുവനും കഥാലേക്ക് തിരിക്കണം എന്ന് പറഞ്ഞാൽ വേറെ പരിപാടി ചെയ്യാൻ ഹറാമാണ്, പത്രം വായിക്കൽ ഹറാമാണ്, മൊബൈൽ കളിക്കൽ ഹറാമാണ്, വെറുതെ കുത്തിക്കൽ ഹറാമാണ്, പിന്നെ എത്രത്തോളം എന്ന് പറഞ്ഞാൽ അത്യാരും തീർച്ചയായും ഒക്കെ ഹറാമാണ്. ഇതൊക്കെ എല്ലാ കിതാബിൻ്റെ അകത്തുള്ള അതാണ് വിശ്വാസങ്ങൾ ജമലോട് തിരിച്ചു നോക്കി പത്തിൻ്റെ കരിക്ക തന്നെ നോക്കിയാൽ അതൊക്കെ കാണാം. എന്ത് പരിപാടി ചെയ്യലും ആ കള്ളായി പുരസ്കാരം കള്ളായി വീട്ടാണ് നിർബന്ധം. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഏറെ മലയെ തത്വം സുന്നത്തായ അമല് നമ്മൾ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്തായ നിസ്കാരം. ആ സുന്നസ്കാരം ഹറാമാണ്. പിന്നെ ആ നാട്ടിൽ എന്ത് പറയണം? പിന്നെ വെള്ളമൊക്കെ അതിന് താഴെയുള്ളതല്ലേ നമ്മൾ ചെയ്യുന്ന സുന്നത്തായ കൂടിയിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതല്ലേ സുന്നത്ത് എന്നറിയല്. അക്കൂടെ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാ? സുന്നസ്കാരം. ആ സുന്നത്ത് സ്കരിക്കലോന ഹറാമാണ്. കാരണം എന്താ? ഇവന് ഫർള് കവാറുള്ളവനാ. തലകെട്ട് സുന്നത്ത് നോക്കാണ്, പക്ഷെ തുണി കൊടുക്കേണ്ട അതിനൊക്കെ കാര്യമുണ്ടോ എന്നതുപോലെ സുന്നത്ത് കിരീടമല്ല, പക്ഷെ ഫർള് അവിടെ ഒപ്പിച്ചു വെക്കണം. ഈ ഫർള് നിസ്കരിക്കാൻ കവാറുള്ള നിരക്ക് അവനെങ്ങാനും സുന്നത്ത് നിസ്കരിക്കൽ വരെ ഹറാകുമ്പോൾ ഓൻ്റെ എല്ലാ പണിയെടുക്കലും ഹറാവും. ഉള്ളതെന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ചെയ്യുന്ന പണിയൊക്കെ ഹറാവും. കാരണം ഇത് കഥാ കൂട്ടി തരുന്നത് വരെ അത് കഥാ കൂട്ടിയതിന് ശേഷം പിന്നെ അവൻ എന്താക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇനി ഒറ്റ സ്ഥലം കഥാക്കൂല എന്ന് ഉറപ്പിക്കുകയും ചെയ്യണം. അങ്ങനെ ചെയ്യാതിരുന്നാൽ അവൻ്റെ ഒരു ഫാസിക്കാണ്. കിതാബിൻ്റെ അത് പറയുന്ന ഇത്തരം താരിഖ് സലാത്ത് സ്കരിക്കാത്ത പോലെ മരിച്ചു കാണെങ്കിൽ എതിരൂടി ഒന്നും പാഞ്ഞോടേണ്ട മയ്യത്ത് സ്കരിക്കാൻ ഇപ്പം വരികയാണ്ട് ആര് മരിച്ചാലും ഏത് കണ്ടുകൂടി വെച്ചാലും സ്കരിക്കാൻ എതിരൂടിയായിട്ട് പോയുള്ളൂ. അതിലൊന്നും ആവശ്യമില്ല. ഫർള് വീടാനുള്ള 3-4 സ്കരിച്ചാൽ മതി. മുരിയന്മാർ പ്രത്യേകം ഞാൻ പോവുകയും ചെയ്യാറുണ്ട്. അങ്ങനെ കിതാബിൻ്റെ അത് പറയുന്നത് ഇങ്ങനത്തെ സ്കരിക്കാത്തവനോ അതേ കഥാക്കിട്ടവനോ ആണെങ്കിൽ ഓനെ മറ ഈ നേരം ഒരു സ്ഥലം വേറാക്കണമെന്നാണ്. പള്ളിക്കണി മറ ഈ നേരം ഒരു ബോർഡ് വെക്കണമെന്നാണ്. അത് ഈ മഖബറത്തുൽ ഫുസാത്ത് താരിഖു സലാത്ത് നിസ്കാരമൊക്കെ ഒഴിക്കുന്നവൻ്റെ ഫാസിക്കായൻ്റെ ഖബറാണിത് എന്ന് അടയാൾ വെക്കണം. അതിനാ ബാക്കിയുള്ള മെരിക്കാൻ എത്ര തമാടിയാണല്ലോ അവർക്ക് പാഠം പഠിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും നിന്യമായ രൂപത്തിലാണ് അവൻ പോകുന്നത്. അതുകൊണ്ട് നമ്മളെ കൂട്ടത്തിൽ കുറേ ആൾക്കാരൊക്കെ അങ്ങനെ കള്ളായി പോകുന്നവരുണ്ട്. കള്ളായിട്ട് നിസ്കരിച്ച് അങ്ങനെ മതിയെന്ന് വിചാരിച്ച സമാധാനം ചെയ്യും. ഒരിക്കലും പോരാ, തൗബ ചെയ്യേണ്ടതാണ്. അപ്പൊ ഇങ്ങനെ നിസ്കാരം ഏതെങ്കിലും നമ്മൾ കള്ളായി പോയിട്ടുണ്ടെങ്കിൽ അത് വളരെ സൂക്ഷിക്കേണ്ട വിഷയമാണ്. പല ആൾക്കാരും പിന്നെ വളരെ വേദനയോട് പറയാറുണ്ട്, ഉമ്മ ഈ ബാപ്പയൊക്കെ നിസ്കരിക്കണം. ആളുടെ പെൺകുട്ടിയുണ്ട്, ആ കുട്ടി നല്ലോണം നിസ്കരിക്കും, സുബൈജി വിട്ടർത്തിക്കാനൊക്കെ നിസ്കരിക്കുകയും ചെയ്യും. അങ്ങനെ കുട്ടിയും കെട്ടിച്ച് വേറെ ദിവസം അങ്ങനെ കെട്ടി അങ്ങനെ അവിടെ വന്ന് താമസിക്കുക. പുതിയാപ്പിളയും കുട്ടികളും കൂടി റൂമിൽ എടുക്കുക. പാമ്പൊടുത്തിട്ട് വിളിക്കുന്നില്ല, വിളിക്കാൻ തോന്നില്ല. പുതിയാപ്പിള അല്ലേ അങ്ങനെ വിളിക്കുക എന്ന് വിചാരിച്ചിട്ട് പിന്നെ ആ പുതിയാപ്പിളയും കഥാക്കി പിന്നെ അതാ നൽകി ആ കുട്ടി കളിയാക്കി. അപ്പൊ കെട്ടിച്ച കുട്ടി അതാ ഇതുവരെ
അള്ളാഹുടെ നിസ്കരിച്ച് അവൾ തമ്മാടി ചെയ്ത് പോയിട്ട് വെടുക്കാറ്റ് ചെയ്ത് പോയിരുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു അനുഭവം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവാറുണ്ട്. അപ്പൊ ആയതുകൊണ്ട് നമ്മൾ നമസ്കാരത്തിന്റെ കാര്യം കളായി പോകുന്നത് വളരെയധികം സൂക്ഷിക്കുകയും ഇതൊരു ഹറാമും സന്തോഷവുമാണ്. ഇതിന്റെ എല്ലാ പരിപാടിയിലും അള്ളാഹു തആല ബർക്കത്ത് പിൻവലിച്ചാലും മനസ്സിന് സമാധാനം ഉണ്ടാവില്ല. ബിസിനസിൻ്റെ അകത്തൊക്കെ വലിയതായ ഉളവ് വന്നു പോകും. അങ്ങനെ ഒരു സമയത്ത് ടെൻഷനായിരിക്കും. അങ്ങനത്തെ ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് നീങ്ങിപ്പോകും. ആ സംസ്കാരം കൃത്യത്തിൽ കൊണ്ടെന്നുള്ള ഫലായിലും ഉപേക്ഷാലായിരിക്കുന്ന പലതരത്തിലായിരിക്കുന്ന വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വിശദമായി പറയാനുണ്ട്. അതിനൊരു സമയമില്ലാത്തതുകൊണ്ട് അങ്ങോട്ടും കടക്കുന്നില്ല. ഇപ്പൊ നമ്മൾ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കി വെക്കുക. ഖുർആനിൽ തന്നെ ഇതിന്റെ ഗൗരവം അള്ളാഹു തന്നെ പറയുന്നുണ്ട്. വൈലുൽ മുസല്ലീൻ അല്ലദീന മിൻ സ്വലാത്തിഹിം സാഹൂൻ. വൈലെന്ന നരകത്തിന്റെ ഒരു ഭാഗം, ശക്തിയായ ചൂടുള്ള സ്ഥലം. ഇത്രത്തോളം എന്ന് പറഞ്ഞാൽ ലോ സുയ്യറത്ത് വിജിബാലു ദുനിയാവിലെ പാറയും മലയൊക്കെ ഒന്നായിട്ട് ആൾ കൊണ്ടുവച്ചാൽ അത് ഉരിപ്പോവും. അത്രക്കുള്ള ശക്തിയായ ചൂടുള്ള ഭാഗം. അതാർക്കാ? ഇതിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്ക്. നിസ്കരിക്കാത്തവർക്ക് പിന്നെ എന്തോരുണ്ടാവും? നിസ്കരിക്കുന്നവർക്ക് ശക്തിയായ ശിക്ഷയുള്ളത്. നിസ്കാരക്കാരാണത്. അല്ലദീന സ്വലാത്തിഹിം സാഹൂൻ. നിസ്കാരത്തിൽ ഉദാസീനത കാണിക്കുക. ഇതിന്റെ ഹദീസിൽ അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, ആടെ ഈ സഹായങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ലദീനവും യുഅഖിറൂന സ്വലാത്തിൻ വഖ്തിഹ. നമസ്കാരത്തിന്റെ അതിനെ സമയത്തെ വിട്ട് പിന്തിക്കുന്നവരാണ്. അപ്പോൾ നമസ്കാരം കളാക്കുക. അപ്പോൾ ഒരിറ്റ നമസ്കാരം കളാക്കി കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന ശിക്ഷയാണ് ഇത് എന്ന് മനസ്സിലാക്കണം. ഇത്രയും ഗൗരവമായിരിക്കുന്ന വിഷയമാണ്. അപ്പൊ ആയതുകൊണ്ട് തന്നെ നമ്മളെ മക്കളിൽ നിന്ന് ഒരുപാട് നമസ്കാരം കലായി പോയിട്ടുണ്ട്. ഏതെങ്കിലും കഥ കൂട്ടാൻ ബാക്കിയുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടും കഴിഞ്ഞിടത്തോളം വേഗം തന്നെ കഥ വീട്ടി തീർക്കുക. ഇനി പെടുന്ന നിസ്കാരം കഥാവിൻ്റെ പരിപാടി എൻ്റെ പക്കന്ന് ഉണ്ടാവില്ല എന്ന് ഉറപ്പിക്കുക. സ്ത്രീകൾ പ്രത്യേകം മനസ്സിലാക്കണം. പല ആവശ്യത്തിനും നിങ്ങൾ പിന്നെ കല്യാണത്തിന് പോകേണ്ടി വരും, പുസ്തകത്തിന് പോകേണ്ടി വരും, മകര് കെട്ടിക്കാൻ, കള്ള കാണാൻ ഞാൻ തുടങ്ങിയിട്ട് ഒരാവശ്യത്തിന് പോകും. ഇങ്ങനെ പോകുന്ന അവസരം നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി വരണം. ആ പോക്കുകൊണ്ട് ആദ്യം ഒന്ന് ആലോചിച്ച് നോക്കണം. പരിപാടിയൊക്കെ വീട്ടിലാണെങ്കിൽ ആദ്യമായിട്ട് നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പാ നമ്മൾ ചിന്തിച്ച് നോക്കാൻ നിർബന്ധ എന്താ ചെയ്യണം. പോക്കോണ്ട് ഇതിന്റെ നിസ്കാരം കളാവുകയോ അതായി നിസ്കരിക്കാൻ കഴിയുമോ എന്ന്. കല്യാണത്തിന് ചോറ് ഒരേ നിസ്കരിച്ചിട്ടേ കല്യാണത്തിന് പോകാവൂ. എന്നാൽ അസർ കഥാവിന് നിൽക്കാൻ കഴിയും. ഇനി ആളെത്തിയിട്ട് പുസ്തകത്തിന് പോകാൻ പറഞ്ഞു. അസർ കഥാവെന്ന് വെച്ചാൽ ആ പുസ്തകത്തിന് പോകൽ ഹറാമാണ്. അതേപ്രകാരം തന്നെ കല്യാണത്തിൽ പോയാൽ ഹറാമാണ്. മകരൊട്ടിക്കാൻ പോകണ നിസ്കാരം മകര് കഥായി പോവുമോ അതിന് പോലെ ഹറാമാണ്. ഇതൊക്കെ ശരിക്കും മനസ്സിലാക്കിയോളണം. നമ്മൾക്കുടെ ജീവിതത്തിൽ ഇത്തരം ഹറാം ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടി നമ്മൾ മരിച്ചു പോവുകയും ചെയ്താൽ നമുക്ക് വലിയ പരാജയത്തിലായി പോകും. നരകമെന്ന് പറഞ്ഞാൽ അവിടെ എത്തിയിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാനൊന്നും കഴിയൂല. ഏറ്റവും അഹ്വനായ അതാബ്, വളരെ ഈസിയായ അതാബ് അള്ളാഹു പറഞ്ഞാൽ രണ്ട് ചെരുപ്പായിട്ട് കൊടുക്കല. ഈ ചെരുപ്പ് എന്ത് ചെരുപ്പാ? തീയിലെ ചെരുപ്പാ. അയിമ കയറിന്നാൽ ചൂട് കാലിനുള്ളിൽ കയറി അരക്കുൾ കയറി തലയോട്ടിലെത്തിയിട്ട് തലച്ചോറ് കളകളെന്ന് പതുക്കുക. ഇത് ഏറ്റവും ലളിതമായ ശിക്ഷ നരകത്തിന്റെ. വിചാരിക്കാൻ എന്താ? നരകത്തിലെ ശിക്ഷയിൽ നിന്ന് ഏറ്റവും വലിയ ശിക്ഷ നിച്ചാ കിട്ടിയെന്ന ഏത് ഏറ്റവും ചെറിയതാ. ഇത് ചെയ്യിക്കാൻ നമ്മെ കൊണ്ട് കഴിയുമോ? അതിന് നമ്മളാരും നരകത്തിൽ പോയി പാടും. നമസ്കാരം മുറുകെ പിടിച്ചാൽ മാത്രമേ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ. ആ വിഷയത്തിൽ ഒരു ഉദാസീനത നമുക്ക് ഉണ്ടാവരുത്. കഴിഞ്ഞ കഥാ കൂട്ടുണ്ടെങ്കിൽ ഒക്കെ ഓരോന്ന് കഥാ കൂട്ടി തീർത്തോളം തന്നെ. പിന്നെ ഞാൻ ഒരിക്കലും കഥാ കൂട്ടൂല, കഥാ ആക്കൂലെന്ന് ഉറക്കുകയും ചെയ്യില്ല. ഇതാ വേണ്ടി. പിന്നെ നമസ്കാരത്തിന്റെ ഒരു പൂർണ്ണതയാണ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തായിട്ട് പള്ളിയിൽ നിസ്കരിക്കുക എന്നുള്ളത്. പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കണം അയ്യാദ സ്ഥല. അതിൻ്റെ അർത്ഥം എന്താ? നമസ്കാരത്തിലേക്ക് വരുകയും നമസ്കാരത്തിൽ വന്നാൽ എന്താ? അയ്യാദ സ്ഥല വിജയത്തിൽ വിജയം ഉണ്ടാകുക. ദുനിയാവും ആഹാരത്തിലും വിജയം ലഭിക്കണമെങ്കിൽ നിസ്കാരം വേണം. അതിനെന്ത് വേണം? നമ്മൾ പള്ളിയിലേക്ക് പോകണം. നമ്മളൊക്കെ തൊട്ടടുത്ത് പള്ളികളുണ്ട്. പല ആൾക്കാരും വീട്ടിൽ നിസ്കരിച്ചാൽ അത് നമ്മൾ നിർത്തണം. നമ്മൾ ഈ ഇതുകൊണ്ടുകൂടി ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു
പിന്നെ ഉമ്മത്തും ഒരു സഹാബിയാണ്, പ്രായം ചെന്ന മനുഷ്യനാണ്, കാഴ്ചയല്ല. ആരും കണ്ണിൽ കൈ പിടിച്ചിട്ടാണ് പള്ളിയിൽ കൊണ്ടുപോയത്. ഒരിക്കൽ റസൂലുള്ളാഹി തങ്ങളെത്ത് വന്ന് പറഞ്ഞു, നബിയെ, എനിക്ക് പള്ളിയിൽ പോകാൻ എൻ്റെ കയ്യിൽ ചാടെത്തിയാൻ എപ്പോഴും ആളെ കിട്ടൂല. പോണ വ്യക്തിയൊക്കെ ചിലപ്പോൾ ഈ ജന്തുക്കൾ ഉണ്ടാവും. ഞാൻ കാഴ്ചയില്ലാത്ത ആളാണ്, ഞാൻ പോരേ നിസ്കരിച്ചാൽ മതിയോ നബിയെ എന്ന് ചോദിച്ച അവസരത്തിൽ അള്ളാഹുവിന്റെ റസൂലിൽ സമ്മതം കൊടുത്തു. കഴിക്കോട്ടെ, കുതിരുണ്ടല്ലോ, നീ പോരേ നിസ്കരിച്ചാൽ. തിരിച്ചു പോകാൻ കഴിഞ്ഞപ്പോൾ രണ്ടാം പ്രാവശ്യം അള്ളാഹുവിന്റെ റസൂല് ഉമർ റദ്ദുക എന്നവരെ അങ്ങോട്ട് വിളിച്ച് ചോദിച്ചു, എൻ്റെ പുരയിലേക്ക് ബാങ്ക് വിളിക്കുകയെന്ന് ചോദിച്ചു. പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കാൻ എൻ്റെ പുരയിലേക്ക് കേൾക്കുവാൻ കേൾക്കുന്നു. നഫാജി നഞ്ഞു പൊയ്ക്കോളണം. ഇത്രയും ഗൗരവമാണ് പള്ളിയിൽ പോയി നിസ്കരിക്കുക എന്നുള്ളത്. നമുക്ക് എന്തെല്ലാം സൗകര്യങ്ങളെല്ലാം ചെയ്തു തന്നിട്ടുള്ളത്. നമ്മൾക്ക് എല്ലാ സൗകര്യം, വീടുണ്ട്, ഭക്ഷണമുണ്ട്, വണ്ടിൻ്റെ എല്ലാ സൗകര്യവും ഉണ്ട്. എന്തെങ്കിലും സോക്കുകളിലേക്ക് പെട്ടെന്ന് പെട്ടുപോയാൽ അപ്പം നമ്മൾ തീർച്ചിട്ട് കാര്യമില്ല. നീ എന്തുകൊണ്ട് പള്ളിയിൽ പോയെന്ന് ഞാൻ ചോദിച്ചാൽ നമുക്കെന്ത് മറുപടി നമ്മൾ കണ്ടെത്തണം. ആയതുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ഓരോരുത്തരും തന്നെ പള്ളിൻ്റെ അടുത്ത് താമസിക്കുന്നവരൊക്കെ ദൂരാണെങ്കിൽ ഓരോ ചോട്ടടിക്കും ഓരോ പ്രതിഫലം അല്ലാത്ത നൽകും. അതൊന്ന് വിശദീകരിച്ച് പറയാൻ സമയമില്ല. ആയതുകൊണ്ട് ഇത് രണ്ടാമത്തെ വിഷയം. ഒന്ന് പള്ളി മേലായിട്ട് ഞാൻ നിസ്കാരം കഥാക്കൂല. ഏതെങ്കിലും വിധേന സംഭവിച്ചു പോയാൽ ഉടനെ ഞാൻ കഥാ കൂട്ടും. അങ്ങനെ നിസ്കരിക്കുന്നവർക്ക് കിട്ടുന്ന വമ്പിച്ച പ്രതിഫലം കിട്ടണം. അല്ലാതെ നിസ്കരിക്കാത്തവർ കിടക്കുന്ന നരകത്തിൽ കിടക്കാൻ കഴിയൂല. ഞാൻ പോയി തമ്മാടിയാണ് ചിറകിൻ്റെ അടിസ്ഥാനത്തിൽ എന്നൊക്കെ അത് ഉറപ്പിക്കുക. രണ്ടാമത്തേത്, പള്ളിയിൽ നിന്ന് ബാങ്ക് വെക്കുന്ന അത്ര ദൂരത്താണെങ്കിൽ നമ്മൾ നിർബന്ധമായി പള്ളിയിലേക്ക് പോവുക. ഓരോ ചോട്ടടിക്കും സുബൈക്ക് പ്രത്യേകിച്ച്. പകലൊക്കെ നമ്മൾ പല സ്ഥലത്ത് പോകാൻ സാധ്യതയുണ്ട്. പുരുഷന്മാരൊക്കെ രാത്രി പോലെ ഒന്ന് ഉറങ്ങണമല്ലേ. ഏശാ നിസ്കാരത്തിനും സുബൈ നിസ്കാരത്തിനും ജമാഅത്തിൽ കൂടിയാൽ എത്ര പ്രതിഫലം അറിഞ്ഞിരുന്നെങ്കിൽ ലാത്തവുമാവലോ ഹബ്ബ നടത്താൻ കഴിയൂല. ചന്തിമ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അതിന് വരെ ജനങ്ങൾ തയ്യാറാവും. അത്രക്ക് പ്രതിഫലം കിട്ടുന്ന അമലാണ് ഏശായിൻ്റെയും സുബൈൻ്റെയും ജമാഅത്ത്. ഒരു കാരണവുമില്ലാണ്ട് പുരയിൽ ഇങ്ങനെ കുത്തിയിരിക്കുക അപ്പോൾ കുത്തി മറിക്കില്ല. ഇതൊന്നും പോരാ, നമ്മൾക്ക് മരിക്കേണ്ടിയോല. ആളെത്തിയിട്ട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. മരണം എന്ന് പറഞ്ഞാൽ പല രൂപത്തിലാണ് വരിക. നമ്മൾ കുടുംബത്തിൽ നിന്നൊക്കെ പല ആൾക്കാരും ഒക്കെ മരിച്ചു പോയിട്ടുണ്ട്. അതുപോലെ ചിലപ്പോൾ ദുഃഖമായി കിടക്കും, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്നായിരിക്കും മരിക്കുക. മരിക്കുന്നതിന് മുമ്പ് നമ്മൾ നന്നാവണം. നമ്മളെ ഗനീമത്ത് അവസരമായി പിന്നെ റമദാൻ മാസത്തിൽ പള്ളിയിൽ പോയി അവിടുന്ന് ഏശാ നിസ്കരിച്ച്, തറാവി നിസ്കരിച്ച്, വിത്ർ നിസ്കരിച്ച് വീട്ടിലേക്ക് വന്ന് ജ്യൂസൊക്കെ കുടിച്ച് അപ്പോഴാണ് എനിക്ക് വരാൻ തോന്നിയത്. അങ്ങനെ ഉടനെ ശാന്തി കൊണ്ടുപോയി അവിടുന്ന് അഞ്ചൽ മുന്നോട്ട് വിളിച്ചു വരുത്തി അവിടുന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ചു. ആ വേദന ഇടുന്നതിന് മുമ്പ് ഞാൻ അടുത്ത സമയത്ത് മരിക്കൂ എന്നുള്ള വലിയ വിവരവും അവർക്ക് ഉണ്ടായില്ല, ഒന്നും ഉണ്ടായില്ല. അള്ളാഹു തആല ആഖിറത്തിൽ ഉയർന്ന പദവി കൊടുക്കട്ടെ. അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തർ മരണം നമ്മൾ മനസ്സിലാക്കണം. അതിങ്ങനൊക്കെ മരിക്കേണ്ടി വരാം. നമ്മൾ മരിക്കുന്നതിൻ്റെ ഒരു സെക്കൻഡ് മുമ്പ് വരെ നമ്മൾ വേറിയില്ല. നമ്മൾ ഇനി നന്നാവണം, ഇനി അത് നിസ്കരിക്കണമെന്ന് വിചാരിക്കാമെന്നല്ലാണ്ട് പെട്ടെന്ന് മരണം വന്നു പോവുക. സ്ട്രോക്ക് ഒരുപാട് കൂടിയിട്ടുണ്ട്. പെട്ടെന്നൊരു ഭാഗം നന്നായിട്ട് കുഴഞ്ഞു കൃത്യത്തിലായി പോവുക. നമുക്കൊക്കെ സംഭവിച്ചൂടെ? അങ്ങനെ സംഭവിച്ചു പോയാൽ പള്ളിയിൽ പോകാൻ നമുക്ക് കഴിയോ? വേറൊന്നിനോ കഴിയോ? വെറുതെന്ന് ഉരുള ആരങ്ങ് തൊള്ളയിട്ട് വേണ്ടി വരൂലേ? മൂത്തിരിക്കാനൊക്കെ ആൾക്കാർ എത്ര 2-3 ആളമോ വേണ്ടി വരൂലേ? ആൾക്കൊക്കെ എത്തുന്നതിന് മുന്നേ നമ്മൾ മാത്രമല്ല എല്ലാ സാഫലബന്ധവും അറിയുക. ഒരു മനുഷ്യൻ യാത്ര പോവുക, അല്ലെങ്കിൽ സൊക്കടയിൽ കിടന്നാൽ സോക്കേടാണ് നേരം മുമ്പ് എന്തൊക്കെ അമൽ ചെയ്തോ ആ അമലിന്റെ പ്രതിഫലം ബോണസായിട്ട് വെറുതെ അള്ളാഹു തആല സൊക്കട അതിൻ്റെ കൊടുക്കും. സ്ട്രോക്ക് ഉണ്ടാകുന്നത് വരെ അല്ലെ പെട്ടെന്ന് വേദന അളിയിച്ചോ അല്ലെ ബ്ലോക്ക് ഉണ്ടാവില്ലോ പൊരേ കിടന്നുപോയി. ആ കിടക്കുന്നതിന് മുമ്പാ പാവം കൊടുത്താൽ സാധാരണ പള്ളിയിൽ പോയി ജമാഅത്തിൽ കൂടുന്ന ഒരു മനുഷ്യനായിരുന്നു വെക്കുക. ആ കിടന്നാൽ ആ കിടത്തവും ലാഭമായി. പള്ളിയിൽ പോയതിൻ്റെ കൂലി, ജമാഅത്ത് കൂടാണ്ട് ജമാഅത്തിന്റെ കൂലി, ഇത് അള്ളാഹു തആല എഴുതുമെന്നാണ് സഹീഹ് ഹദീസിന്റെ അകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഗ്യാരണ്ടിയിൽ അവസരക്കായി നമ്മളിപ്പോൾ സ്കരിച്ചു
പിന്നെ മോളെ പുര വാർപ്പ് നനക്കാൻ വേണ്ടിയിട്ട് മോള് കയറി ഞാൻ നനച്ച് പെട്ടെന്ന് താഴെത്തി താഴോട്ട് വീണു. പിന്നെ ബോധം ഉണ്ടായില്ല, മരിച്ചു പോയി. ആ വൃത്താക്കി ഓർമ്മ ഉണ്ടോ? അതിൽ കുറച്ച് മുമ്പ് ഞാൻ ഇപ്പം മരിക്കുകയാണെന്നുള്ളത്. അതുപോലെ നമ്മളല്ല ഓരോരുത്തരുടെയും മരണം. പിന്നെ അതേപ്രകാരം തന്നെ നമ്മളെ പാൽക്കുറ്റിയിൽ അളിയാൻ സതിൻ്റെയും ദേശത്തിൻ്റെ ഒക്കെ വാപ്പ പിന്നെ രാത്രി കിടന്ന ഭക്ഷണം കഴിച്ചിട്ട് രാവിലെ എനിക്ക് നേരായി വെക്കുന്നവരോ അനങ്ങളില്ല. അപ്പൊ രാത്രി കിടക്കുന്നവരോ ഓർമ്മ ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ പല രൂപത്തിലും നമ്മളൊക്കെ മരിക്കുന്നത്. ഇവർക്കൊക്കെ അള്ളാഹുതആല ദോഷം കൊടുത്ത് സ്വർഗത്തിൽ എടുക്കുമാറാവട്ടെ. പിന്നെ ചോലയിലെ അളാപ്പ നടുമ്പിലൊരാണ്ടിന് വന്നതാ, മൗലൂദ് ഓതി അങ്ങനെ പോയി ഭക്ഷണം കഴിച്ച് പേടിയായി തൊള്ളയിൽ ഭക്ഷണം ഇട്ട് ആ ഭക്ഷണം ഇറക്കുന്നതിന് മുമ്പാണ് പെട്ടെന്ന് സ്ട്രോക്ക് വന്നിട്ട് ബോധം നഷ്ടപ്പെട്ടു പോയത്. അങ്ങനെ കിംസ് ആസ്പത്രിയിൽ പോയി ബോധം തെളിഞ്ഞില്ല, അങ്ങനെ മെച്ചാട്ട് പോയി. ഇങ്ങനെ നമുക്കൊക്കെ സംഭവിച്ചൂടെ? അതിനാണ് നമ്മൾ കാത്തുന്നത്. അതിന്റെ മുമ്പായിട്ട് നമ്മൾ നന്നാവണം. ഒരു സോക്കേടായാലും മെച്ചാലും ഒന്നും പേടിക്കേണ്ടില്ല. നന്നാവണമെന്ന് വിചാരിച്ചു ഇനി നിസ്കാരം കഥാക്കൂല എന്ന് ഉറപ്പിച്ച് നിസ്കാരം കഥാവിട്ടൊക്കെ തുടങ്ങി. പെട്ടെന്ന് അറ്റാക്ക് വന്നു, അത് ബ്ലോക്ക് വന്നു, അത് സ്ട്രോക്കിൽ മെച്ചാട്ട് പോയാൽ നമ്മൾ രക്ഷപ്പെട്ട് ഈമാൻ കിട്ടി മരിക്കുകയാണെങ്കിൽ എപ്പോഴാണ് നമ്മൾ മെച്ചൂടായി ഉള്ളത്? അപ്പൊ അങ്ങനെ മെച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. അതല്ലാതെ ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ഞാൻ ഇതുവരെ നടന്നപ്പോൾ ഞങ്ങൾക്ക് എന്നൊക്കെ ഉണ്ടാവും, അല്ലാണ്ടാവൂല എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതേപ്രകാരം തന്നെ പിന്നെ ഓരോരോ മലയമ്മ സലീം ഇപ്പൊ 19 വയസ്സിലാണ് ഒരു പിജാമ കയറിയത്. അതൊക്കെ നമ്മളെ കുടുംബത്തിൽ പെട്ടതല്ലേ. പിജാമ ചപ്പ് ചെയ്യാൻ കയറിയതാ. ആദ്യം ചപ്പ് കഴിക്കുന്ന ഇടയ്ക്ക് പെട്ടെന്ന് അവിടെ അസ്മാരകളി താഴോട്ട് വീണ് മെച്ചാട്ട് പോയി. അപ്പൊ അടുത്ത് നമ്മളെ സുബീന്റെ ഒരു മുണ്ടൻ സിനാന്, പിന്നെ ഒരു മുത്താജിമ ദർസിൽ പോയതാ, പെരയിൽ വന്ന പിന്നെ മയ്യത്ത. ഇങ്ങനെ നമ്മളും നമ്മളെ മക്കളും ഒക്കെ മരിക്കേണ്ടിയല്ല. ഒരു 100 കൊല്ലം അങ്ങോട്ട് ആലോചിച്ചു നിങ്ങൾ. ആടെ ഇങ്ങോട്ട് എത്ര ആൾക്കാർ മരിച്ചിട്ടുണ്ട് പല പ്രായത്തിലും. നമുക്ക് ഓർമ്മയുള്ളത് തന്നെ പല പ്രായത്തിലുണ്ട്. അപ്പൊ നമ്മളൊക്കെ എത്ര വയസ്സായി, നമുക്ക് പെട്ടെന്ന് രോഗമാവാം, മരിച്ചു പോവാം, ഒക്കെ ചെയ്യാം. പക്ഷെ നമുക്ക് മരിച്ച ആളെത്തിയിട്ട് ഒരമലും ഇല്ലാണ്ട് ഈമാനൊന്നും ഇല്ലാത്ത നിൽക്കായി പോയാൽ വലിയതായ പരാജയം എന്ന് പറഞ്ഞാൽ കാലാകാലത്തേക്ക് നരകത്ത് കിടക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ട് ആയി പോകും. അതുകൊണ്ടാണ് നമ്മൾ എത്താറ്. അതുകൊണ്ട് ഓരോരുത്തരും തന്നെ നമ്മൾ ഈമാൻ ഉറപ്പിക്കണം. ഈമാൻ ഉറപ്പിക്കുകയും ആരും നിസ്കാരങ്ങളൊക്കെ എത്രയോ ഉണ്ട്, അന്ന് നമ്മൾ പറയില്ല. പള്ള നിസ്കാരം അതവിടെ ഉറപ്പിക്കുക. അതൊരൊറ്റ നിന്നോട് കഴിഞ്ഞ് പറഞ്ഞാട്ട് കഥായി പോവില്ല. ഏതെങ്കിലും കാലത്ത് കഥായി പോയത് ഉണ്ടത് ഞാൻ കഥാ കൂട്ടും, അല്ലാണ്ട് വൈദ്യ എന്നാ നരകത്ത് കിടക്കാൻ എന്നെ കൊണ്ടാവില്ല. ഒന്ന് തീരുമാനമെടുത്ത് 1-2 നിസ്കരിക്കുമ്പോൾ എന്തോ അപകടത്തിലോ അല്ലാണ്ട് നമ്മൾ മരിച്ചു പോയാൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ. അപ്പൊ അതുകൊണ്ട് മനസ്സ് ക്ലിയറായി വെക്കുക. അതിന് നമ്മൾക്ക് നമ്മളുടെ ഈമാൻ ഒന്ന് ഉറപ്പിക്കണം. ഈമാൻ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ദിക്റുണ്ട്. അത് ദിക്ർ എപ്പോഴാണ് ചെല്ലേണ്ടത്? സുബഹി നിസ്കാരത്തിന്റെ സുന്നത്ത് നിസ്കരിച്ച് പള്ളിയിൽ വെച്ചൊക്കെ 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഫർദ് നിസ്കരിക്കുക. അതിൻ്റെ ഇടയിലുള്ള സമയത്ത് ഒരു യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലാ അൻത എല്ലാവർക്കും അറിയുന്ന ചെറിയ ദിക്റ ഒരു 40 പ്രാവശ്യം. ഈ കാലഘട്ടത്തിൽ ഓരോ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ട് ഈമാൻ പറ്റല്ലാണ്ടായി പോവുകയും അതേപ്രകാരം തന്നെ ഈമാൻ ജാത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെ മക്കളും കുടുംബക്കാരും നാട്ടുകാരും ഒക്കെ തെറ്റിലേക്ക് ധാരാളം മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്ന ഒരു തലമുറയായി നമ്മുടെ മക്കളൊക്കെ നീങ്ങുന്ന കാലഘട്ടത്തിൽ എങ്ങനെയെങ്കിലും നമുക്ക് ഈമാൻ രക്ഷപ്പെട്ടിട്ട് നമുക്ക് മരിച്ചു കിട്ടണം, നമ്മളെ മക്കളും അങ്ങനെ ആയി കിട്ടണം. അതിനു വേണ്ടി മഹാന്മാർ പറഞ്ഞതായ മുജറബായ ഒരു ദിക്റാണ്. അനുഭവത്തിൽ അങ്ങനെ തെളിയും. അങ്ങനെ ചൊല്ലിപ്പോന്നാൽ നമുക്ക് ഈമാൻ ഇങ്ങനെ വർദ്ധിച്ചു വരും. എന്താണ് ആ ദിക്ർ? യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലാ അൻത ചൊല്ലി. യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലാ അൻത യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലാ അൻത യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലാ അൻത 40 പ്രാവശ്യം. ഇതൊക്കെ പല മജിലിസിനൊക്കെ ഞാൻ പറഞ്ഞതാണ്. നല്ലതായിട്ട് ഈ മജിലിസിൽ പങ്കെടുത്തവരാണെങ്കിൽ നിർബന്ധമായിട്ട് നാളെ മുതൽ ചെല്ലണം.
മറന്നു പോകാൻ എന്നെ വിളിച്ചാൽ മതിയല്ലേ, മുജയമാർ ആരെ വിളിച്ചാലും ഒക്കെ പറഞ്ഞു തരൂ. യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ല 40 പ്രാവശ്യം. അതെല്ലാ ദിവസവും സുബഹിന്റെ സുന്നത്ത് നിസ്കരിച്ചിട്ട് പർവ്വന്റെ ഇടയിൽ ആ സമയത്ത് സ്ത്രീകളൊക്കെ നിർബന്ധമായി ചെയ്യുക. ഇനി നാട്ടിൽ നമുക്ക് ഈമാനോടുകൂടി ജീവിക്കണം, അതിനനുസരിച്ച് നന്മ ഉണ്ടാവണം. എന്നതുപോലെ തന്നെ വേറൊക്കെ ദിക്റുണ്ട്, ഒരുപാട് ദിക്റുകളുണ്ട്. അതൊന്നും പറയാനും ഉദ്ദേശിക്കുന്നില്ല. വളരെ ചെറിയതും പെട്ടെന്ന് പാടാക്കാൻ പറ്റുന്നതും ഒരുപാട് ഫായിദകളുള്ളതുമായ നമ്മളെ രക്ഷ ഇതിനെ കൊണ്ടും കിട്ടും. ഇനി വേറും പിടിക്കേണ്ടിയില്ല. അങ്ങനത്തെ ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹു അൽ മലിക്കു അൽ ഹഖുൽ മുബീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ. 3 ഫായിദാണ് മഹാന്മാർ കിതാബിൻ്റെ അകത്ത് പറഞ്ഞത്. സുന്നിക്കോയംസിയരൊക്കെ അതേ വഴവിൻ്റെ മനസ്സിന് പറഞ്ഞതും കേട്ടുകൊണ്ട് ഒരുപാട് ആളുകൾ ആ പതിവാക്കി പോകുന്നതുമാണ്. അതിൻ്റെ 3 നേട്ടങ്ങളൊക്കെ എന്തൊക്കെയാണ്? ഒന്ന്, പിന്നെ അമ്നൽ ഫഖരി, ദാരിദ്ര്യം എന്നുള്ള വിനോദം ഉണ്ടാവില്ല. ദാരിദ്ര്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പൈസ അതങ്ങനെ വർക്കിട്ടല്ല, അല്ലേ നമ്മൾക്കൊരു തീർച്ചയായും ഉണ്ടാകട്ടെ. കൃഷിയോ ജോലിക്ക് പോവേ ഡ്രൈവിങ്ങോ കച്ചവടമോ എന്തെങ്കിലും ഒന്നും ഉണ്ടാവും. അച്ഛനെ പണിയിൽ അത് വർക്കത്തുണ്ടായില്ല. എന്നിട്ട് തിടുക്കല്ലാണ്ട് പട്ടിണില്ലാണ്ട് ദുരിതമില്ലാത്ത ഒരു ജീവിതം നമുക്കും നമ്മളെ ഭാര്യക്കും നമ്മളെ മക്കൾക്കും ഭർത്താവിനും ഒക്കെ അള്ളാഹുവിനെ നൽകുക. ഇത് പറഞ്ഞതുപോലെ അനുഭവമാണ്. നമുക്ക് കഴിവ് നല്ലോണം കൂടിക്കും, തിടുക്കുണ്ടാവില്ല, കടം പിടിക്കും. ഒന്നത്. രണ്ടാമത്തെ, നമ്മൾ ദുനിയാവ് കഴിഞ്ഞാൽ പിന്നെ പോണ ഖബറിലേക്കാണ്. ഖബർ എന്ന് പറഞ്ഞാൽ വേറെ ആരും നമുക്കുണ്ടാവില്ല. ദുനിയാവിനകത്ത് ആണെങ്കിലും മഹ്ശറിലാണെങ്കിലും സ്വർഗത്തിലാണെങ്കിലും നരകത്തിലാണെങ്കിലും ഒക്കെ വേറെ ആൾക്കാരുണ്ടാവും. ഈ ഒറ്റ കെടുക്കേണ്ട ഖബറില്ല. ആളെ വംശം വയസ്സിൽ ഖബറിലെ ഏകാന്തത, അതിൽ നിന്നുള്ളതായിരിക്കുന്ന ഒരു വിശ്വസ്തത അള്ളാഹു തആല കൊടുക്കുക, ഒരു സന്തോഷം കൊടുക്കുക. അവൻ ചെയ്ത അമലൊക്കെ നല്ല സുന്ദരനായ മനുഷ്യന്റെ രൂപത്തിൽ ഖബറില്ലാത്ത അള്ളാഹു തആല കാണിച്ചു കൊടുക്കും. ആ കൂട്ടാളിയുമായി കളിച്ച് രസിച്ചുകൊണ്ട് ഖിയാമത്ത് നാൾ വരെ ഖബറിൽ ജീവിക്കാൻ കഴിയുകയും ചെയ്യുക. ഇതാണ് രണ്ടാമത്തെ ഫായിദ. മൂന്നാമത്തേത് ദുഖൂലുൽ ജന്നത്തി ബിഗൈരി ഹിസാബ്. ജനങ്ങളൊക്കെ ഹിസാബിന് വേണ്ടി ബേജാറോടെ നിൽക്കുന്ന അവസരത്തിൽ ഒരു ഹിസാബും ഇല്ലാതെ സ്വർഗത്തിനകത്ത് കിടക്കുക. ഇപ്പൊ ദുനിയാവിൽ സന്തോഷകരമായ ജീവിതം, ഖബറിൽ വളരെയധികം റാഹത്തോടുകൂടി ജീവിക്കുക, മഹ്ശറിലെത്തിയാൽ ബേജാറില്ലാതെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുക. ഈ 3 കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്നതായ വളരെ പ്രാധാന്യമുള്ളതായ ഒരു ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ എന്നുള്ളതായിരിക്കുന്ന ഈ ദിക്ർ. അപ്പൊ അത് എല്ലാവരും അത് അതിന്റെ സമയം എപ്പോഴാണ്? ഇത് പറഞ്ഞ സമയം തന്നെ സുബഹിന്റെ സുന്നത്ത് നിസ്കരിച്ച് ഫർളിന്റെ ഇടയിലുള്ള സമയം ഒരു വശം, അല്ലെങ്കിൽ സുബഹി നിസ്കരിച്ചിട്ട് സൂര്യന് പിന്നെ 3 സമയമുണ്ട്. ഒന്ന് സുബഹിന്റെ സുന്നത്ത് നിസ്കരിച്ച് ഫർളിന് മുമ്പായി, അന്നപ്പം എന്തോ സൗകര്യമായില്ലേ മറന്നുപോയി, അങ്ങനെയാണെങ്കിൽ സുബഹി നിസ്കരിച്ചിട്ട് ഖളാഇടുന്നതിന് മുമ്പായി. 3-ാമത്തെ സമയം ഗവാൽ, ഉച്ച സമയത്ത്. 3-ാമതൊരു സമയത്ത് ജീവിച്ചാൽ മതി. ഏതായാലും മനസ്സിൽ തോർപ്പിച്ചോളൂ ഈ 2 ദിക്ർ. നമ്മുടെ ഈ ദിയാദിന് നേട്ടാവണം. നേട്ടം എന്ന് പറയുമ്പോൾ ദുനിയാവിൽ ആഖിറ, സ്വർഗത്തിൽ പോകാനാവണം. ഇവിടെ നാട്ടിൽ ഇത് പറഞ്ഞു പോകണം, മറന്നു പോവുകയാണെങ്കിൽ എന്നെ വിളിക്കുക, മക്കൾ മുജമാരൊക്കെ വിളിക്കുക, അതുകൂട്ടുള്ള ഓർമ്മ ഉണ്ടാവും. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ അത് ചെയ്യുക. അതേ പ്രകാരം തന്നെ നമ്മൾ മരിക്കേണ്ടിയവരാണല്ലോ. മരിച്ചിട്ട് അങ്ങനെ സാധാരണ ദിക്ർ ഉണ്ടാകുന്നുണ്ട്. 3ന്റെ അന്ന് എന്താ ദിക്ർ? 70,000 തൗഹീദ. തൗഹീദിന്റെ പോലീസൊക്കെ നമ്മളെ ബസ്സിലൂടെ കേട്ടിക്കണമല്ലോ. അപ്പോ അങ്ങനത്തെ തൗഹീദിൽ 70,000 പ്രാവശ്യം. അന്നതിന്റെ കാരണം ആ ഇത്താക്കത്തിൽ സോറാന്ന് പറയും, ചെറിയ ഇത്താക്കത്ത്. ഇത്താക്കത്ത് എന്ന് പറഞ്ഞാൽ നരകത്തിൽ നിന്ന് മോചിക്കുക, നരകത്തിലെ മോചനമാണ്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ട് ആരെങ്കിലും ഒരു ആള് 70,000 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുകയോ ഖീലലഹു, അല്ല ഒരാൾക്ക് വേണ്ടി കുറേ ആൾക്കാർ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി 70,000 പ്രാവശ്യം
ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിൽ കടക്കും എന്ന് ഹദീസിന്റെ അകത്ത് വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് സുന്നികളായ നമ്മളൊക്കെ ഒരു വിളിച്ചു കഴിഞ്ഞാൽ മൂന്നിനെ ചെല്ലണം. അത് അള്ളാഹുന്റെ റസൂൽ ആദ്യം പറഞ്ഞത് മൻ കാലാണ്, ആരെങ്കിലും 70,000 പ്രാവശ്യം ചെല്ലിയാൽ അതിന്റെ ശേഷം പറയുന്നത് അവ കീഴലാവും, അത് ഒരാൾക്ക് വേണ്ടി വാക്കില്ല ചെല്ലിയാൽ. മുന്നിൽ ചെല്ലേണ്ടി നമ്മളാണ്. മറ്റുള്ള ആൾക്കാർ ഒരു പക്ഷേ കുക്കിണ്ടായിരിക്കും ചെല്ലുക, അല്ലെങ്കിൽ വിളിച്ചില്ലേ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. നല്ല ഇഖ്ലാസോട് നമ്മൾ സ്വന്തം ചെയ്യാൻ വേണ്ടി ആയതുകൊണ്ട് ഓരോരുത്തരും 70,000 പ്രാവശ്യം 70,000 ഒക്കെ ചെല്ലി തീർക്കാൻ ആർക്കൊണ്ടോ ആകുമെന്നൊന്നും വിചാരിക്കേണ്ട, ഒക്കെ വെറുതെ തോന്നുക. ഇപ്പോൾ തസ്ലീമായ കയ്യിലുണ്ടാക്കിയാണെങ്കിൽ ഓരോ ദിവസവും ചെറിയ ഡയറിയോ ബുക്കോ ഒക്കെ ഇവിടെ നടന്ന് ചലിക്കണം. ഓരോ ദിവസവും 1000, 2000, 5000 എത്രയാണെന്ന് വെച്ചാൽ ആകുന്നത് ചെല്ലുക ഇവിടെ നാട്ടിൽ. അതിന്റെ തുടക്കം ഒന്നാവണം. നമ്മൾ ബസ്സൊന്നായി വേണ്ടിയില്ല, അത് മക്കൾ സ്വന്തമാവാനാൻ ചിന്തിക്കുക. 70,000 അവനാൻ ഇഞ്ചി നരകത്തിന് കഴിച്ചിലാവണം, അതിന് മോചനം ലഭിക്കണം. ഈ ഒരു നിയ്യത്തിൽ നമ്മളൊക്കെ എഴുതാൻ നമ്മൾ ചെല്ലി വെക്കണം. നമ്മൾ മരിച്ചിട്ട് വാക്കുകൾ ചിലപ്പോൾ ചിന്തിക്കാണ്ടപ്പോൾ ചിലതിനെ പൂർത്തിയാക്കിയോളന്നില്ല. പല ആൾക്കാർ പല നിയ്യത്തുമായി ആവുകയും ചെയ്യും. അതൊന്നും വേണ്ട, നമ്മളെ കാര്യം നമ്മൾ തന്നെ നോക്കുക. ആയതുകൊണ്ട് ഓരോരുത്തരും 70,000 രീതിയിൽ ചെല്ലും എന്നിപ്പം തന്നെ ഉറപ്പിച്ചു വെക്കുക. മരിക്കിനെ മുന്നേ ചേർക്കണം. എപ്പോഴാണ് മരിക്കുക? എപ്പോഴും മരിക്കുക, എപ്പോഴും സൂപ്പറായ അന്നാണ് ഇല്ലാണ്ടായി പോവാം, ഒക്കെ സംഭവിക്കുക. ആയതുകൊണ്ട് നീട്ടി വെക്കേണ്ട, ഓരോരുത്തരും തന്നെ രാജാവിലെ 70,000 ചെല്ലി വെക്കുക. പിന്നെയുള്ള ഏതാ ഇത്താക്കത്തിൽ കുബറ, വലിയ ഇത്താക്ക്, വലിയതായ നൽകി ഖബറിന്റെ നരകത്തിൽ മോചിച്ചിട്ട് സ്വർഗത്തിൽ തന്നെ കടക്കാൻ കഴിയുന്നതായ ഇത്താക്കത്തിൽ കുബറ. അതെന്താണ്? 1,00,000 ഖുൽ ഹുവല്ലാഹു അഹദ. ഇതും മഹാന്മാരൊക്കെ അവർ ഉപദേശങ്ങൾ പറയുന്നവരാണ്. അപ്പൊ ഞാൻ എൻ്റെ കുടുംബം എന്നുള്ളത് എല്ലാവരോടും പറയാണ്, 1,00,000 ഖുൽ ഹുവല്ലാഹു അഹദ് അതും പൂർത്തിയാക്കണം. കുറച്ച് പ്രായം ചെന്നവരാണ്, വലിയ പണിയൊന്നുമില്ല. ഇപ്പോൾ കാലത്തെ പോലല്ലേ, ഒക്കെ ചുമലില്ല, പണിയൊന്നുമില്ലേ. എങ്ങനെയും കുറച്ച് സമയം ഉണ്ടാക്കി ഓരോ ദിവസം 100 എണ്ണയാകുമോ അങ്ങനെ ചെയ്യുക, 314 അങ്ങനെ ചെയ്യുക, 1000 അങ്ങനെ ചെയ്യുക, 500 അങ്ങനെ ചെയ്യുക. ഏതായാലും ശരി കുറച്ച് ഖുൽ ഹുവല്ലാഹു അഹദ്. അതിനുള്ളതിൽ ആരുമില്ലല്ലോ, പരിശുദ്ധ ഖുർആനല്ലേ. ഈമാൻ ഉറക്കാനുള്ളൊരു വഴിയും കൂടിയാണത്. നമ്മൾ പറഞ്ഞതായ അത് ഈമാൻ ഉറക്കാന്ന് പറഞ്ഞ പോലെ തൗഹീദിന്റെ ഒരു സൂറത്താണ് ഇഖ്ലാസ് സൂറത്ത്. അതിന് ഖുൽ ഹുവല്ലാഹു അഹദ് 1,00,000 പ്രാവശ്യം മരിക്കുന്നതിന് മുന്നായിട്ട് നമ്മളൊക്കെ ചെല്ലണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. പിന്നെ ആരെങ്കിലും മരിച്ചിട്ടാണെങ്കിൽ ഒരിക്കല് ബഹുമാനപ്പെട്ട വാവാട് ഉസ്താദ് ഒരു 5-8 കൊല്ലം മുമ്പ് വാവാട്ട് ഒരു മയ്യത്തുണ്ടായപ്പോൾ അത് സംസാരിക്കാം. അക്കൂട്ടത്തിൽ പറഞ്ഞ്, ഞാൻ ബന്ധപ്പെട്ടവർ ആരും മരിച്ചാലും 100 ഖുൽ ഹുവല്ലാഹു അഹദിന് പോയി തോതലുണ്ട്. 5 മനസ്സിൽ തോന്നിപ്പോയി. പിന്നെ ഇതിലായി മരിക്കുന്നതിന് പിന്നെ ഞാൻ മരിക്കേണ്ടിയിരുന്നു 5 കിട്ടിയാൽ. പക്ഷേ ഭഗവാന്റെ കഥ അങ്ങനല്ല, അത് എനിക്ക് വിചാരം വെച്ച് ഏതായാലും അന്ന് മുതൽ ഇന്ന് വരെ ഞാനുമായി ബന്ധപ്പെട്ടവരോ കുടുംബത്തിൽപ്പെട്ടവരോ അറിവുള്ളവരോ ആണെങ്കിൽ അവർക്ക് വേണ്ടി 100 ലായിലായുള്ള സാധാരണ ചെല്ലാറുണ്ട്. അപ്പൊ അതിനടുത്ത് ഇപ്പോൾ പിന്നെ കുറവ് നെരൂപ്പിൽ PTRന്റെ ഉമ്മ മരിച്ചു. 100 കൊല്ലം ഞാൻ ഡയാലിസിന്റെ അവസരത്തിൽ, അതൊക്കെ ഡയാലിസിന്റെ അവസരത്തിൽ പല സൗകര്യം ഉണ്ടാവും. നിങ്ങൾ വിചാരിക്കും ഡയാലിസുമായിട്ട് മോശമാണ്, എനിക്ക് അങ്ങനത്തെ സൗകര്യങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ പിന്നെ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. കാരണം നമ്മൾക്ക് വേണ്ടി ആരും ദുആർക്ക് ഈ ഖുൽ ഹുവല്ലാഹു അഹദോ അള്ളാഹ് ചെല്ലിപ്പിക്കണമെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ചെയ്തു കൊടുക്കണം. ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട്. ആയതുകൊണ്ട് നിങ്ങളും ചെയ്യണം. ബന്ധപ്പെട്ടവരോ കുടുംബക്കാരോ ആര് മരിച്ചാലും ശരി ഒരു 100 ഖുൽ ഹുവല്ലാഹു അഹദ് അതൊരു 5-10 മിനിറ്റ് കൊണ്ട് വേഗം തിരിഞ്ഞിരിക്കും. അക്ഷരശുദ്ധിയോടുകൂടി നല്ല പ്രയാസത്തോട് ചെയ്തുകഴിഞ്ഞാൽ നമ്മൾ മരിച്ചാൽ നമുക്ക് ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുന്നുണ്ടാവും. അപ്പൊ ഖുൽ ഹുവല്ലാഹു അഹദ് മുറുക്കി പിടിക്കേണ്ടായിരിക്കുന്ന സൂറത്താണ്. അതങ്ങനെ ഓതിക്കഴിഞ്ഞാൽ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവില്ല. ജനങ്ങളെടുക്കലൊക്കെയും മാത്രമല്ല മലക്കുകളെടുത്തുള്ള വലിയ സ്ഥാനം കിട്ടും. ലാ ഇലാഹ ഇല്ലല്ലാഹ് അബൂദർ ഗഫാരി എന്നവർക്ക് സംഭവിച്ചതാണ്. നീട്ടി പറയാൻ സമയമില്ല. ആയതുകൊണ്ട് ഈ 2-3 വിഷയമാണ് പറഞ്ഞത്. ഒന്ന്, നമസ്കാരം നാട്ടിൽ കളായി പോകാറ്. പിന്നെ കളായി പോകുന്ന പരിപാടിക്ക് പോകൽ ഹറാമാണ്. അത് കല്യാണമാവട്ടെ, സൽക്കാരാവട്ടെ, പണിക്ക് പോകലാവട്ടെ,
അല്ലെങ്കിൽ മകര് കെട്ടിക്കാൻ പോകട്ടെ, പിന്നെ പുസ്തകത്തിനോ എന്തായാലും ശരി, ആദ്യം തന്നെ കള്ളായി പോവല്ലേ എന്ന് നോക്കിയിട്ട് കള്ളാവിന്റെ മാത്രമേ പോവൂ, ഹലാലായി. അല്ല ആ യാത്ര ഹറാമാണ്. അപ്പൊ മനുഷ്യൻ നമ്മൾ എന്തിനു പറ്റും? അപ്പൊ അതുണ്ടാവരുത്. നിസ്കാരം കള്ളായി പോകുന്ന ഒരു വിഷയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. അങ്ങനെ ആയി പോയിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ കള്ളാവ് കിട്ടും. സുന്നസ്കരിക്കൽ വരെ ഹറാമെന്ന് പിന്നെ പറയാനുണ്ടോ? ഒരു എല്ലാ സമയവും എന്ത് പണിയെടുത്താലൊക്കെ ഹറാമായി ജീവിക്കുക. എന്താ പിന്നെ വേണ്ട കാര്യം? ഇത്ര പരാജയപ്പെട്ടു വേണം. എന്ത് പണിയെടുത്താലൊക്കെ ഹറാമ്. ആൾ കെട്ടിപ്പോകല്ലേ ചെയ്യുന്നു. ഇപ്പൊ നിസ്കാരം കള്ളാവിട്ട് തീർന്നത് വരെ ചെയ്യുന്ന പണിയൊക്കെ ഹറാമ്. എത്രത്തോളം സുന്നത്ത് നിസ്കരിക്കുന്ന ഹറാമ്. പിന്നെന്തൊക്കെ അറിയാനാ? ആൾക്ക് നമ്മളാരും എത്തിപ്പെട്ടു പോകരുത്. അത് കള്ളാവ് വെട്ടി തീർക്കുക തന്നെ വേണം. പിന്നെ നിസ്കരിക്കുന്ന അവസ്ഥ പുരുഷന്മാർ, സ്ത്രീകൾ അവർ വീട്ടിന്റെ ഉള്ളിൽ നിസ്കരിക്കാൻ ഏറ്റവും അഫ്ളല്. ജമാഅത്തുകൾക്ക് സുന്നത്തുണ്ടെങ്കിലും പുരുഷന്മാർക്ക് നിർബന്ധമുള്ള ശക്തി അത്ര സുന്നത്തുള്ള. പുരുഷന്മാർക്ക് ജമാഅത്ത് എന്നാൽ വളരെ ഗൗരവമാണ്. ശക്തിയാ സുന്ന നമ്മളെ മതവ് പ്രബലമായ അഭിപ്രായമാണ്. ഒരഭിപ്രായമനുസരിച്ച് ഫർള് കിഫയാണെന്നാണ്. ഒരു മാലിൽ ജമാഅത്ത് നടത്തിയില്ലെങ്കിൽ ആ മാലിയാർ മുഴുവൻ കുറ്റക്കാര്. വേറെ അഭിപ്രായം ഫർള് കഴിഞ്ഞാണ്. ഓരോരുത്തർക്കും നിർബന്ധ. അപ്പോ ജമാഅത്ത് പിന്നെ ജമാഅത്തെല്ലാം ഒറ്റ സ്കരിച്ചാൽ താൻ ചെയ്യാണെങ്കിലും ഹറാമ് വന്നുപോയി. നിർബന്ധ ജമാഅത്ത് കൂടേണ്ടി. നാലാമത്തെ അഭിപ്രായം ഷർത്താണ് എന്നാണ്. ഷർത്ത് എന്ന് പറഞ്ഞാൽ നിസ്കാരം ചെയ്യല്ല. ജമാഅത്ത് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നിസ്കാരം ചെയ്യല്ല, ബാത്തിലായിപ്പോയി, വേറെ മക്കി കെട്ടേണ്ടി വരും എന്നുവരെ കൗലുകളുണ്ട്. അത് പ്രബലമായ അഭിപ്രായമല്ല. പ്രബലമായ അഭിപ്രായം അനുസരിച്ച് ശക്തിയായ സുന്നത്താണ്. അങ്ങനത്തെ ആയിരിക്കുന്നു ജമാഅത്ത്. ഇനി മുതൽക്ക് ഞാൻ പൊരേ നിൽക്കുന്ന പരിപാടിയില്ല. ഇപ്പൊ സൊക്കടായി ഒരു നിസ്കരിക്കേണ്ടി വരും, പണിക്കാരുണ്ടായി, പല കാരണങ്ങളും ഉണ്ടാവാം. ആ കാരണങ്ങൾ ഉണ്ടെങ്കിൽ അയച്ചോട്ടെ, ഒരു കാരണവുമില്ല. പള്ളിയിൽ വാങ്ങിക്കാൻ കൊടുക്കുക, നമ്മൾ വെറുതെ കുത്തിയിരിക്കുക, എന്നിട്ടൊക്കെ കുത്തി മണ്ടയ്ക്ക് ഈ പരിപാടി എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് നമ്മൾ ഉറപ്പിച്ചാളാം. ഇത് രണ്ടാമത്തെ. മൂന്നാമത്തത് സുബൈന്റെ മുമ്പുള്ള ദിക്റാണ് ചെല്ലേണ്ടത്. അത് അത് 40 പ്രാവശ്യം. പിന്നെ ലാസ്റ്റ് ഞാൻ പറഞ്ഞായിരിക്കുന്ന ദിക്റാണ്. അതങ്ങനെ മലിക്കുൽ ഹഖൽ മുബീൻ, അത് 100 പ്രാവശ്യം. ഇങ്ങനെ ഉള്ളതായ കാര്യങ്ങളൊക്കെ ഇന്നു മുതൽ നമ്മൾ പ്രവർത്തിക്കുക. എന്നിട്ട് നമ്മൾ ഈമാൻ കിട്ടി മരിക്കണം. മരിക്കാനായിട്ടില്ലെങ്കിൽ ഉണ്ടോ മാർഗം ഒക്കെ നമ്മൾ നോക്കിയാളായി. യാതൊരു മാർഗവും ഇല്ലാലോ. പെട്ടെന്ന് സോക്കേടായി പോയി, മൂലയിലായി പോകും. അതിന്റെ മുമ്പ് ഒക്കെ നമ്മൾ ചെയ്തു വെക്കണം. ഈ നല്ല നടപാടിയോട് മുമ്പ് പോയാൽ മരിച്ചാലും പേടിയില്ല, സോക്കേടായാലും പേടിയില്ല, നമ്മൾ രക്ഷപ്പെട്ടില്ല. അല്ലെങ്കിൽ നമുക്ക് എന്തായിട്ടും കാര്യമില്ലാണ്. അപ്പൊ അതുകൊണ്ട് നന്നാവണം. എനിക്ക് വേണ്ടിയത് ചെയ്യേണ്ടത് ബാക്കിയുള്ള നമസ്കാരങ്ങളൊക്കെ ഉണ്ട്, അന്നിപ്പോ പറയില്ല. അപ്പൊ പറന്ന് പൂർത്തിയായ ശേഷം പള്ള നമസ്കാരത്തിന്റെ ഒരു വീഴ്ച ഇനി മേലിൽ എന്റെ ഒക്കെ ഉണ്ടാവില്ല. ഈ നമ്മൾ പോയ ഈ മഹാന്മാരായ ഔലിയാക്കന്മാരുടെ മുഖേന നമ്മൾ പ്രതിജ്ഞയെടുക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്.